ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഓഹരി മേഖലയിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ, ഒരുപക്ഷെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയാൽ നമുക്ക് തോന്നിയേക്കാം നമ്മളെല്ലാം കരുതി എന്ന് കരുതിയാലും, അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഇതിന്റെ കോമ്പിനേഷൻ, ഇത് ഏത് വഴിക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഇതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള ചില ബാക്ക്ഗ്രൗണ്ടിലെ കളികൾ മാർക്കറ്റിൽ നടക്കാറുണ്ട്. അതൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്ന് ഇതിനെ പറയാറുണ്ട്. പമ്പ് ആൻഡ് ഡംപ് സ്കീംസ്, ഷെയറിന്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ കയറ്റി കൊണ്ടുവന്നിട്ട് അത് വിറ്റ് മാറുന്ന ഒരു സാഹചര്യം, പിന്നെ നമുക്ക് കൂടിയ വിലയ്ക്ക് വാങ്ങിയ പലർക്കും പിന്നെ അത് വിൽക്കാൻ പറ്റാത്ത സാഹചര്യം, അതായത് ബയേഴ്സ് ഇല്ലാത്ത ഒരു സാഹചര്യം അവിടെ വരും. വലിയ നഷ്ടങ്ങൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വരും. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ഇൻസൈഡർ ട്രേഡിംഗ്. കമ്പനികളെ പറ്റി കമ്പനിക്ക് അകത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ബിനാമികൾ, അവിടുത്തെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാർ നടത്തുന്ന ആ, ചില കളികൾ അല്ലെങ്കിൽ ട്രേഡിംഗ്, അതിന്റെ ഫലമായിട്ട് അതിന്റെ ബെനിഫിറ്റ് കിട്ടാതെ വരുന്ന ആൾക്കാരാണ് റീറ്റെയിൽ ട്രേഡേഴ്സ്. അവർ ഇത് അറിയുന്നില്ല എന്താണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ്, കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആൽഗോ ട്രേഡിങ്ങും മറ്റും. നമ്മൾ ഒരു ട്രേഡ് നടത്തുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഒരുപക്ഷെ മറ്റൊരു ട്രേഡർ ആണെങ്കിലും അതൊരു പക്ഷേ ഒരു കമ്പ്യൂട്ടർ ആവാനുള്ള സാധ്യതയാണ് വളരെ അധികം ഉള്ളത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ സൈക്കോളജിക്കലായിട്ടുള്ള വളരെ വലിയ ഒരു പ്രശ്നമാണ് റീറ്റെയിൽ ട്രേഡേഴ്സ് ഫേസ് ചെയ്യുന്നത്. പലപ്പോഴും അവരുടെ കണക്കുകൂട്ടുകൾ തെറ്റും. ഫണ്ടമെന്റൽ ആയിക്കോട്ടെ, ടെക്നിക്കൽ ആയിക്കോട്ടെ, കോമ്പിനേഷൻ ആയിക്കോട്ടെ, എല്ലാം തെറ്റുന്ന ഒരു സാഹചര്യം പലപ്പോഴും റീറ്റെയിൽ ട്രേഡേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ഫിയർ ആൻഡ് ഗ്രീഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ട്രേഡിംഗ് അഡിക്റ്റഡ് ആയിട്ട് ആവശ്യമില്ലാത്ത ട്രേഡുകൾ എടുക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ് ഒക്കെ ആണെങ്കിൽ പോലും വോള്യം ഇല്ലാത്ത സാഹചര്യത്തിൽ എടുത്ത് പ്രശ്നങ്ങളിൽ പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനസികമായിട്ടുള്ള തകരാറുകൾ, ഇതൊക്കെ ഈ ഒരു മാർക്കറ്റിന്റെ ഭാഗമാണ്, ട്രേഡിങ്ങിന്റെ ഭാഗമാണ്. ഈവൻ ഇൻവെസ്റ്റിംഗ് ആണെങ്കിൽ പോലും ഇതൊക്കെ അവിടെയും ആപ്ലിക്കബിൾ ആണ്. മറ്റൊരു വിഷയം, മാർക്കറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഇടിയുന്ന സാഹചര്യം. ഏറ്റവും വലിയ ഇടിവുകളാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത്. ഒന്ന് 1929 ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവാണ് അന്ന് അമേരിക്കയിൽ ഉണ്ടായത്. അമേരിക്കയിൽ മാത്രമല്ല, ആഗോളതലത്തിൽ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയുണ്ടായി. 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് ആഗോളതലത്തിലുണ്ടായി. വളരെ വലിയ രീതിയിൽ നിഫ്റ്റി അടക്കമുള്ള സ്റ്റോക്കുകൾ ആഗോളതലത്തിൽ താഴേക്ക് പോയി. COVID-19 അതുപോലെ തന്നെ വന്ന ഒരു സാഹചര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നിക്ഷേപം തിരിച്ച് റിക്കവർ ചെയ്ത് വരാൻ ഒരുപാട് ടൈം എടുക്കും. എസ്പെഷ്യലി ലിവറേജ് എടുത്തുകൊണ്ട് ചെയ്യുന്നവരൊക്കെ നഷ്ടത്തിൽ ബുക്ക് ചെയ്യേണ്ടി വരും, ക്ലോസ് ചെയ്യേണ്ടി വരും. ഓവർ ലിവറേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അളവിലുള്ള ലിവറേജ്, അത് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഫലമായിട്ട് ഗെയിൻസ് വളരെ ഭംഗിയായിട്ട് വരുമെങ്കിലും ഇടയ്ക്കുണ്ടാവുന്ന നമ്മൾ മുൻകൂറായിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ വളരെ വലിയ നഷ്ടങ്ങൾ ബുക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും. പിന്നെയുള്ള ഏറ്റവും വലിയ വിഷയം കോർപ്പറേറ്റ് ഫ്രോഡുകൾ, സ്കാൻഡൽസ്, മാർക്കറ്റിലെ സ്പെക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ബബിൾ ഫോർമേഷൻ. ബബിൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള രീതിയിലുള്ള വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രൈസ് ഹൈക്ക്. അതിൻ്റെ പിന്നിൽ ജസ്റ്റ് ഒരു ബബിളിനകത്ത് ജസ്റ്റ് എയർ മാത്രമേ ഉള്ളൂ, അവിടെ ഒന്നും തന്നെ ഇല്ല. അതായത് റിയലായിട്ട് ആ ഒരു പ്രൈസ് വർധനവിൻ്റെ ആവശ്യം അവിടെ ഇല്ല, എന്നാലും പ്രൈസ് വളരെ വലിയ രീതിയിൽ കയറുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉള്ള പല കേസുകളാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. ഒന്ന് ഹർഷത് മേത്ത സ്കാം 1992 ഉണ്ടായത്. വളരെ വലിയൊരു സ്കാം ആയിരുന്നു ഇന്ത്യയിൽ. അദ്ദേഹം സ്റ്റോക്കിന്റെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യുകയും 4000 കോടിക്ക് ഉള്ള ഒരു സൈസുള്ള ഒരു സ്കാമാണ് അന്ന് നടന്നത്. മാർക്കറ്റ് ക്രാഷ് ചെയ്യുകയും ചെയ്തു. ആ ഒരു ഫേക്ക് റാലി ആയിരുന്നു അത്. അതിനുശേഷം മാർക്കറ്റ് ക്രാഷ് ചെയ്തു. അതാണ് ഒരു സ്കാം. ആ സ്കാം നടക്കുന്ന കാലഘട്ടത്തിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ പല ട്രേഡേഴ്സും ഇതൊന്നും അറിയുന്നില്ല. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. മറ്റൊന്ന്, കേതൻ പരേഖിന്റെ സ്കാം 2001 ഉണ്ടായത്. പമ്പ് ആൻഡ് ഡംപ് ആണ് അദ്ദേഹം ചെയ്തത്. സ്റ്റോക്കിന്റെ പ്രൈസ് വില ആർട്ടിഫിഷ്യലായിട്ട് അത് കൂട്ടി, അതിനുശേഷം സ്റ്റോക്ക് വിറ്റുമാറി അദ്ദേഹം. അതും റീറ്റെയിലേഴ്സിന് ഒരുപാട്
നഷ്ടം കൊണ്ടുവന്ന സ്കീമാണ് അല്ലെങ്കിൽ സ്കാമാണ്. മറ്റൊന്ന് സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ വിഷയം. 2009 അത്. അവിടെ കമ്പനിയുടെ മുതലാളി തന്നെ അല്ലെങ്കിൽ അതിൻ്റെ മാനേജർ ലെവലിലുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾ തന്നെ ഈ അക്കൗണ്ട്സ് ബുക്കുകൾ അതിനകത്ത് തിരിമറി നടത്തി 7,196 കോടി രൂപയുടെ പ്രോഫിറ്റ് കാണിച്ച ഉള്ള ഒരു വിഷയമാണ്. അതിനകത്തും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരുപാട് പണം നഷ്ടപ്പെടുകയുണ്ടായി. പിന്നെ .com ബബിൾ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു 2001 ആഗോളതലത്തിൽ നടന്ന ഒരു വിഷയമാണ്. അതും IT സ്റ്റോക്കിന്റെ കേസിൽ പല IT സ്റ്റോക്കുകൾ ഒരുപാട് വളരെ വലിയ രീതിയിൽ താഴോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. മറ്റൊന്ന് DHFL കമ്പനിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 31,000 കോടി രൂപയുടെ ലോൺ ഫ്രോഡ്. അവിടെയും നഷ്ടം വന്നിട്ടുള്ളത് കൂടുതലും റീറ്റെയിലേഴ്സിനാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാത്ത ആൾക്കാർക്ക് അവിടെ നഷ്ടം വന്നു. 2008-2009 ആഗോളതലത്തിൽ പ്രശ്നമുണ്ടായിട്ട് അങ്ങ് സെൻസെക്സ് ക്രാഷ് ചെയ്യുകയുണ്ടായി. അത് എക്സസീവ് സ്പെക്കുലേഷൻ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ്, ക്രാഷിന് തൊട്ട് മുമ്പ്. അപ്പോൾ ആ സ്പെക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡീഷണൽ നഷ്ടം അവിടെ വന്നിട്ടുണ്ട്. ആഗോളതലത്തിൽ ആണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. എല്ലാ മാർക്കറ്റിലും ഇത് നടന്നിട്ടുണ്ട്, നിഫ്റ്റിയിലടക്കം. മറ്റൊന്ന് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ബബിൾ. 2017-18 സ്മോൾ ക്യാപ് മിഡ് ക്യാപ്പിലുള്ള കമ്പനികൾക്ക് വളരെ വലിയ രീതിയിലുള്ള പ്രൈസ് വർധനമുണ്ടാവുകയും പിന്നീട് അത് ക്രാഷിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. അങ്ങനെ ചില എക്സാമ്പിളാണ് PC ജ്വല്ലർ, വക്രാങ്കി അല്ലെങ്കിൽ മൻപസന്ദ് ബിവറേജസ് പോലെയുള്ള കമ്പനികളിൽ 80% മുതൽ 90% വരെ അതിൻ്റെ ഷെയറിൻ്റെ വാല്യൂ കുറയുകയുണ്ടായി. മറ്റ് ഉള്ള ഒരു വിഷയം, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വളരെ വലിയ ഫണ്ട് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഒന്നും ചെറുകിട നിക്ഷേപകർക്ക് കിട്ടാറില്ല. ഫോർ എക്സാമ്പിൾ PE റേഷ്യോ നമുക്കൊക്കെ കിട്ടുന്നത് കഴിഞ്ഞ കാര്യമായിരിക്കും, കഴിഞ്ഞ പിന്നെ ഏർണിങ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള PE റേഷ്യോ നമുക്ക് കിട്ടുന്നത്. പക്ഷേ പവർഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കമ്പനിയിൽ അവരുടെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവർ വിളിച്ചാൽ കമ്പനിയിൽ നിന്ന് ആൾക്കാർ ഓടിയെത്തി അവർക്ക് വേണ്ട ഇൻഫർമേഷൻ കൊടുക്കുന്ന സിസ്റ്റംസ് ഉണ്ട്. അപ്പം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പോലും നമുക്ക് മതിയായ ഇൻഫർമേഷൻ അവൈലബിൾ അല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസ് പോലും തെറ്റും, ടെക്നിക്കൽ അനാലിസിസും തെറ്റും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് രണ്ടും നമുക്ക് റിലയബിൾ അല്ല. അതിന് പകരം നമുക്ക് ചെയ്യേണ്ടത് റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക, ആ റിസ്ക് നമ്മൾ അറിയുക, റിസ്ക് അറിഞ്ഞതിന് ശേഷം റിസ്ക് മാനേജ് ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുക. അത് മാത്രമാണ് ഇതിനകത്ത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ് മുതലായവ ഉപയോഗിച്ചുകൊണ്ട് ഹെഡ്ജ് ചെയ്തുകൊണ്ട് ട്രേഡിംഗ് ആയാലും ഇൻവെസ്റ്റിംഗ് ആണാലും ചെയ്യാൻ കഴിയും. കാലഘട്ടങ്ങൾ മാറിയിട്ടുണ്ട്. പണ്ടത്തെ ഈ പല സ്കാമുകളും നടക്കുമ്പോൾ ആ ഒരു ഫെസിലിറ്റി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഉണ്ട്, ഓൺലൈൻ വഴി ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ, ആ റിസ്ക് മാനേജ്മെന്റ് എന്നുള്ള ഒരു സ്കില്ല് അത് വളർത്തിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പ്രശ്നത്തിൽ നിന്ന് മാറാനുള്ള ഒരു മാർഗം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.